ഇതിന് ഞങ്ങളെ നാട്ടിൽ ഇണ്ണിത്തട്ടാന്ന് പറയും. നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ. ഇത് എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ കുനുകുനാന്നരിയുക. ഞാൻ ഇത് കുനുകുനൊന്നായിട്ടില്ലെങ്കിലും ഇത് കുറച്ച് മുട്ടിക്കണ്ടങ്ങളായിട്ടുണ്ട്. ഇത് കുനുകുനാ അരിയാൻ കഴിയുന്നതിൽ കുനുകുനാ അരിയ കേട്ടോ. എന്നിട്ട് അതിലേക്ക് വേണ്ട വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തേങ്ങാക്കൊത്തും കൂടി നന്നാക്കി വയ്ക്കുക. എന്നിട്ട് നല്ലപോലെ പിഴിയുക. നല്ലപോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് ഇങ്ങനെ പിഴിഞ്ഞാൽ നല്ല കറ പോരും. കറ പോന്ന് കഴിഞ്ഞെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർ ഇത് കറ കളയാതെ വയ്ക്കും. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്നിട്ട് നല്ലപോലെ വെള്ളം വാർത്ത് വയ്ക്കുക. വാർത്ത് വെച്ചിട്ട് ഇത് തേങ്ങ ചതച്ചതും പച്ചമുളകും ഒക്കെ പട കൂട്ടിയിട്ട് മിക്സിയിലിട്ട് ചതച്ചിട്ട് ഇതേപോലെ ഉപ്പേരിയാക്കി വേവിക്കുക. ഇങ്ങനെ ഉപ്പേരി വെച്ച് നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ. വെറുതെയും കഴിക്കുക, ചോറിനും കഴിക്കുക, ചപ്പാത്തിക്ക് എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് അടുത്ത പടിൻ്റെ കറി ഉണ്ടാക്കലേന്ന് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് പരിപ്പും പച്ചക്കായും തക്കാളിയും കൂടി ഇട്ടൊരു കറിയെന്ന് കേട്ടോ. കാരണം നോമ്പായ കാരണം ആർക്കും മീൻ ഇറച്ചില്ലാഞ്ഞിട്ട് ചോറ് കഴിച്ചിട്ട് ഇഷ്ടമാണില്ല. തേങ്ങ അരച്ച കറികളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ താളിപ്പ് പോലത്തെ കറികൾ ഉണ്ടാക്കും. നിങ്ങളുടെ നാട്ടിലെന്താ പറയല് താളിപ്പെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിങ്ങനെ താളിപ്പ് ഉണ്ടാക്കും. എന്നിട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടോ. ഇങ്ങനത്തെ കറികളൊക്കെ ഉപ്പേരികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ആഗ്രഹമല്ലേ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സാമ്യമായതുകൊണ്ട് എൻ്റെ മോനുള്ളതെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ വേഗം ചോറ് കഴിക്കുന്നു. പപ്പടം കൂട്ടി ആദ്യം കഴിച്ച് പിന്നെ ഉപ്പേരി കണ്ടപ്പോൾ എൻ്റെ അമ്മോ അതിൽ വെള്ളം. അപ്പോൾ ഞാൻ തന്നെ സ്വയം പറയണത് നല്ല രസമുള്ള കറിയാണ്, നല്ല രസം ഉപ്പേരിയാണ്, നല്ല സ്വയം തന്നെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ അടുത്ത് പറയും. അവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു കേട്ടോ. അടുക്കളയോട് ബായ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് സമയം വിശ്രമിക്കട്ടെ. അപ്പോൾ പിന്നെ കാണാം. ബായ്.